അർച്ചന, നമുക്കറിയാം UDF കോട്ട, ഉറച്ച UDF കോട്ടയാണ് എറണാകുളം. എറണാകുളത്ത് ഇത്തവണ 9% വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് സ്വാഭാവികമായും UDFനെ തന്നെ വലിയ തോതിൽ ആശങ്കയിൽ ആഴ്ത്തുന്നുണ്ട്. ഒപ്പം തന്നെ ശക്തമായൊരു ത്രികോണ മത്സരം നടന്നതാണ് തൃശ്ശൂർ. അതുകൊണ്ട് തന്നെ അത്രത്തോളം ശക്തമായൊരു പോരാട്ടം അല്ലെങ്കിൽ പോളിംഗ് പ്രതീക്ഷിച്ചിരുന്നു അവിടെ. പക്ഷേ അവിടെയും 5%-ലധികം പോളിംഗിൽ കുറവ് വന്നിരിക്കുന്നു. ഇതെല്ലാം തന്നെ മുന്നണികൾക്കിടയിൽ വലിയൊരു ആശങ്കയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് മധ്യ കേരളത്തിലെ പോളിംഗ് ശതമാനത്തിൽ ഒരു കുറവുണ്ടായത്? മുന്നണികൾക്കിടയിലുള്ള ഒരു വിലയിരുത്തലുകൾ എങ്ങനെയാണ്? ശ്രീജ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പ്രധാനമായും മുന്നണികൾ വിലയിരുത്തുന്നത് ഇത്തരമൊരു സാഹചര്യമാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയൊരു കുറവ്, അതായത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വലിയൊരു കുറവ് ഇത്തവണ ഉണ്ടായത് എന്താണ് പ്രധാനമായും ഇവർ വിലയിരുത്തുന്നത്? അതിന് ഓരോരോ ഭാഗങ്ങളും തിരിച്ച്, അതായത് ഇടതുപക്ഷത്തിനും UDFനും അതുപോലെ BJPക്ക് മുൻഗണനയുള്ള ഓരോ ഇടങ്ങളും വിലയിരുത്തുകയാണ് ഇപ്പോൾ പ്രധാനമായും മുന്നണികൾ ചെയ്തത്. നമുക്കറിയാം, ത്രികോണ മത്സരം, വലിയ രീതിയിൽ ഇഞ്ചോടിഞ്ച് മത്സരവും പ്രചരണവും നടന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. അവിടെയും ഇത്തരത്തിൽ 5%-ലധികം പോളിംഗ് കുറയുന്നൊരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ തവണത്തേക്കാൾ 5% ഇത്തവണ പോളിംഗ് കുറഞ്ഞിരിക്കുന്നത്. അത് 3 മുന്നണികളെയും വലിയ ആശങ്കയിലാക്കിയിട്ടുണ്ട്. കാരണം തുടക്കം മുതൽ വലിയ വിഷയങ്ങൾ ഉന്നയിച്ച ഒരു മണ്ഡലം കൂടിയാണ്. പല വിവാദങ്ങളും പൊട്ടിപ്പുറപ്പെട്ടു. അവസാന ഘട്ടത്തിൽ ഈ തൃശ്ശൂർ പൂരം അടക്കം ചർച്ചയായ ഒരു മണ്ഡലം. പക്ഷേ അതൊന്നും ഈ പോളിംഗിൽ കണ്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്. കാരണം തൃശ്ശൂരിനെ സംബന്ധിച്ച് ഓരോ മുന്നണികളും തങ്ങൾ ഈ മണ്ഡലം കരസ്ഥമാക്കുമെന്നടക്കമുള്ള പ്രചരണത്തോടെയാണ് ഈ 2 മാസത്തെ അടുത്തുള്ള ഈ പ്രചരണം കൊഴുപ്പിച്ചത്. പക്ഷേ അതൊന്നും ഈ പോളിംഗിൽ കണ്ടില്ല എന്നത് മുന്നണികളെ വലിയ ആശങ്കയിലാക്കുന്നുണ്ട്. LDFനെയും അതുപോലെ UDFനെയും ഇത് വലിയ രീതിയിൽ ആശങ്കയിലാക്കുന്നുണ്ട്. പ്രധാനമായും ഈ ക്രൈസ്തവ വോട്ടുകൾ, സാമുദായിക വോട്ടുകളെല്ലാം തന്നെ എങ്ങോട്ടാണ് മറിഞ്ഞതെന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും വിലയിരുത്തുന്നത്. മാത്രമല്ല, യാക്കോബായ അടക്കമുള്ള ആളുകൾ തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതൊക്കെ വോട്ടായി മാറിയിട്ടുണ്ടോ എന്നടക്കമുള്ള ഒരു ആശങ്കയും നിരാശയുമെല്ലാം ഈ മുന്നണികൾക്കിടയിലുണ്ട്. അതുപോലെ BJP മോദി ഗ്യാരണ്ടി അടക്കം മുന്നോട്ട് വെച്ച് പ്രചരണം വലിയ രീതിയിൽ കൊഴുപ്പിച്ചു BJP മണ്ഡലത്തിൽ. പക്ഷേ അവിടെയും വലിയ ആശങ്ക നിലനിൽക്കുകയാണ്. BJPക്കും വലിയ ആശങ്ക നിലനിൽക്കുകയാണ്. നമ്മൾ എറണാകുളത്ത് വരികയാണെങ്കിൽ UDFനെ സംബന്ധിച്ച് ഏറ്റവും ഉറപ്പിച്ചൊരു കോട്ട, അതായത് ഭൂരിപക്ഷം ഏറ്റവും കൂടുതൽ ലഭിക്കുമെന്ന് ഉറപ്പിച്ചൊരു മണ്ഡലമാണ് എറണാകുളം. എന്നാൽ എറണാകുളത്ത് ഏകദേശം 10%, അതായത് 9%-ലധികം വോട്ടുകളുടെ പോളിംഗിന്റെ കുറവാണ് സംഭവിച്ചത്. കഴിഞ്ഞ തവണ 77% ഉള്ളിടത്ത് ഇത്തവണ 70-ൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് വലിയ രീതിയിൽ UDFനെ ആശങ്കയിലാക്കുന്നുണ്ട്. പ്രധാനമായും UDF വലിയ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഇതിൽ UDFന് വലിയ ഭൂരിപക്ഷം കുറയാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. മാത്രമല്ല, LDF വലിയ ചലനം ഉണ്ടാക്കില്ല എന്നാണ് UDF പറയുന്നത്. അതുകൊണ്ട് തന്നെ LDF എത്രത്തോളം വോട്ട് പിടിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി തന്നെ വിലയിരുത്തുന്നുണ്ട്. കൂടാതെ BJPയും ഇവിടെ വലിയ രീതിയിൽ ആശങ്കയിലാണ്. കാരണം BJP KS രാധാകൃഷ്ണനെയാണ് മുന്നോട്ട് വെച്ചത്. കാരണം KS രാധാകൃഷ്ണന് മണ്ഡലത്തിൽ വലിയൊരു പരിചയമുള്ള മനുഷ്യൻ കൂടിയാണ്. പക്ഷേ അതൊന്നും വോട്ടിലേക്ക് മാറിയിട്ടില്ല എന്നാണ് പ്രധാനമായും ഇവർ വിലയിരുത്തുന്നത്. ചാലക്കുടിയിലേക്ക് പോവുകയാണെങ്കിൽ ചാലക്കുടിയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഇടിവാണ് ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായത്. കാരണം 80%-ലധികം പോളിംഗ് ആണ് ചാലക്കുടിയിൽ രേഖപ്പെടുത്തിയത്. എന്നാൽ ഇത്തവണ അത്തരത്തിലുള്ളൊരു പോളിംഗ് ചാലക്കുടിയിൽ കണ്ടില്ല. വലിയ ശതമാനത്തിന്റെ കുറവ് ചാലക്കുടിയിലുണ്ട്. ഇത് ഇരു മുന്നണികളെയും വലിയ രീതിയിൽ ആശങ്കയിലാക്കുന്നുണ്ട്. കാരണം LDFനെ സംബന്ധിച്ച ജനകീയനായ നല്ല പ്രവർത്തന മികവ് കാഴ്ചവെച്ച LDF സ്ഥാനാർത്ഥി C. രവീന്ദ്രനാഥിനെയാണ് മുന്നോട്ട് വെച്ചത്. എന്നാൽ അദ്ദേഹത്തിന് ഈ ജനകീയത മുന്നോട്ട് ജനങ്ങൾക്കിടയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നടക്കമുള്ള കാര്യങ്ങൾ LDF പരിശോധിക്കുന്നുണ്ട്. പ്രധാനമായി UDFനെ സംബന്ധിച്ച് ഉറപ്പിച്ചൊരു കോട്ടയായിരുന്നു ചാലക്കുടി. കാരണം പല സമയങ്ങളിലും അട്ടിമറി ഉണ്ടെങ്കിലും ഇത്തവണ UDF തന്നെ നിലനിർത്തുമെന്ന സാഹചര്യത്തിലേക്കായിരുന്നു നീങ്ങിയത്. പക്ഷേ ഇപ്പോൾ അവസാന ഘട്ടത്തിലും അവർക്കും വലിയ നിരാശയാണുള്ളത്. കാരണം യാക്കോബായോടെയും അതുപോലെ മറ്റ് സാമുദായിക വോട്ടുകളെല്ലാം തന്നെ ചാലക്കുടിയെ വലിയ സ്വാധീനം ചെലുത്താറുണ്ട്. ഇതൊക്കെ UDFന് തന്നെ എത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും വിലയിരുത്തുന്നത്. മറ്റൊന്ന്, ഈ 2020-യുടെ കുന്നത്തുനാട് മണ്ഡലമാണ്. കാരണം ചാലക്കുടിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഈ മണ്ഡലത്തിൽ കുന്നത്തുനാട് മണ്ഡലത്തിലാണ് പോളിംഗ് ശതമാനം കൂടിയത്. അത് ആർക്കായിരിക്കും വെല്ലുവിളിയാകുക എന്നതാണ് പ്രധാനമായും ആശങ്ക ഉണർത്തുന്നത്. കാരണം 2020-യുടെ ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ് കുന്നത്തുനാട്. അത് UDFന് വെല്ലുവിളിയാകുമെന്ന തരത്തിലുള്ള ആശങ്കകൾ നിലനിർത്തുന്നുണ്ട്. എന്തായാലും ഭൂരിപക്ഷം കുറയുന്നു എന്നുള്ള കാര്യത്തിൽ UDFന് യാതൊരു ആശങ്കയുമില്ല. ബെന്നി ബെഹനാൻ ഇന്നലെ അടക്കം പ്രതികരിച്ചത് അതുതന്നെയാണ്. കോൺഗ്രസ് ഇതിൽ കൃത്യമായ വിലയിരുത്തൽ നടത്തണമെന്നാണ്. കാരണം ഇത്രയും പോളിംഗ് ശതമാനം കുറയാൻ കാരണമായത് കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്ന ഈ കോൺഗ്രസ് അടിത്തട്ടിൽ വരെ ഈ വ്യാപക ചർച്ചയായിട്ടുണ്ട്. അതുതന്നെയാണ് ഇന്നലെ ബെന്നി ബെഹനാനും ആവർത്തിച്ചത്. എന്തായാലും ഇത് ഇടതുപക്ഷത്തിന് അനുകൂലമാകുമോ എന്ന തരത്തിലുള്ള അവകാശവാദങ്ങളും ഇവർ ഉന്നയിക്കുന്നുണ്ട്. മറ്റൊന്ന് കോട്ടയത്താണ്. കോട്ടയത്ത് ഇത്തവണ 10% പോളിംഗിന്റെ കുറവുണ്ടായിട്ടുണ്ട്. അത് വലിയ രീതിയിൽ LDFനെയും അതുപോലെ UDFനെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. മറ്റൊന്ന്, BJPക്ക് അവിടെ വലിയ സ്വാധീനമില്ലെങ്കിൽ പോലും അത് പ്രധാനമായും ഇരു മുന്നണികളെയും LDFനെയും UDFനെയുമാണ് പ്രധാന ആശങ്കയിലാക്കുന്നത്.
കാരണം വലിയ രീതിയിൽ ക്രൈസ്തവ വോട്ടും അതുപോലെ സാമുദായിക വോട്ടും സ്വാധീനം ചെലുത്തുന്ന കോട്ടയം മണ്ഡലത്തിൽ ഇത്തവണ അത് എത്തരത്തിലാകും എന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ പ്രധാനമായും വിലയിരുത്തുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പലയിടങ്ങളിലും ഇപ്പോൾ തന്നെ വിലയിരുത്തലുകളും അതുപോലെ കൂട്ടലും കിഴക്കിലുമെല്ലാം ഇന്നലെ തന്നെ തുടങ്ങിയിരുന്നു. എവിടെയാണ് വോട്ട് പോയതെന്ന് അടക്കമുള്ള ആശങ്കകളാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. അതേസമയം UDF പ്രധാനമായും ആരോപിക്കുന്നത് ഈ പോളിംഗ് സമയത്തെ കാലതാമസമാണ്. അത് വലിയ രീതിയിൽ ഇന്നലെ പ്രതിപക്ഷ നേതാവ് അടക്കം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രധാനമായും ഈ വോട്ടിംഗ് താമസം വന്നതോടെ ആളുകൾ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് UDF സ്ഥാനാർത്ഥികൾ ഒന്നടങ്കം ആരോപിക്കുന്നത്. അപ്പോഴും എന്താണ് ഇത്തരത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതെന്നത് തരത്തിലുള്ള ചർച്ചകളും അതുപോലെ അതിന്റെ വിലയിരുത്തലുകളെല്ലാം മുന്നോട്ട് പോവുകയാണ്. പ്രധാനമായും ഈ ചൂട് കണക്കിലെടുത്ത് അത്തരം വോട്ട് കുറയാൻ സാധ്യതയുണ്ടെന്ന് മുന്നണികൾ പറയുമ്പോഴും പ്രധാനമായും ഇതിന്റെ കാരണം വിലയിരുത്തേണ്ടത് ഈ മൂന്ന് മുന്നണികളെ സംബന്ധിച്ച് പ്രധാനമാണ്. കാരണം അത്രയും വലിയൊരു കുറവാണ് കഴിഞ്ഞ തവണത്തേക്കാൾ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല 1.5 മാസത്തിലധികം നീണ്ടുനിന്ന കയറുന്ന പ്രചരണമാണ് ദിവസങ്ങളിൽ നടന്നത്. ദേശീയ നേതാക്കളടക്കം കേരളത്തിലെത്തി പ്രചരണം കൊഴുപ്പിച്ചു. എന്നിട്ടും അതൊന്നും പോളിംഗ് ശതമാനത്തിലേക്ക് എത്താത്തത് വലിയ രീതിയിൽ എല്ലാ മുന്നണികളെയും ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. എന്തായാലും അടുത്ത ദിവസങ്ങളിലായി ഇനിയുള്ള ഓരോ മണിക്കൂറുകളിലും ഇത്തരം ചർച്ചകളും ഇത്തരം വിലയിരുത്തലുകളും ഈ ആശങ്കകളെല്ലാം പരിഹരിക്കാനാണ് എന്തായാലും മുന്നണികൾ മുന്നോട്ട് നീങ്ങുന്നത്. ശ്രീജ.